നാരായണ നാരായണ നാരായണ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം വിഷ്ണവേ നമ. ഓം കേശവായ നമ. ഓം നാരായണായ നമ. മാധവായ നമ. ഗോവിന്ദായ നമ. ഓം വിഷ്ണവേ നമ. ഓം മധുസൂദനായ നമ. ഓം ത്രിവിക്രമായ നമ. ഓം വാമനായ നമ. ഓം ശ്രീധരായ നമ. ഓം ഹൃഷികേശായ നമ. ഓം പത്മനാഭായ നമ. ഓം ദാമോദരായ നമ. ഓം ഓം ദേവകീനന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാൽ. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാൽ. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാൽ. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാം ന പ്രചോദയാൽ. ഓം ഭൂർഭുവസ്വ തൽസവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം. ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി. ഭാഗവതത്തെ സംഗ്രഹിച്ച് ഓരോ അധ്യായമായിട്ട് എഴുതി അത് സപ്താഹമായിട്ട് വായിക്കാൻ ഉള്ള രൂപത്തിൽ ഭാഗവതത്തെ പോലെ തന്നെ എന്നാൽ ഒന്ന് സംഗ്രഹിച്ചു. അവതാരം തൊട്ട് നേദ്യം സ്തുതി കാര്യങ്ങളൊക്കെ ഒരു വ്യത്യാസവും ഇല്ല, അതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. അനവധി സപ്താഹങ്ങൾ ഇപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ തന്നെ കഴിഞ്ഞു. അപ്പോൾ അതിങ്ങനെ ഒന്ന് ചൊല്ലി ഇടുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത്. ശ്രീ ഗുരുവായൂരപ്പ. എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. എല്ലാ ദേവീദേവന്മാർക്കും നമസ്കാരം. ദേവേഭ്യോ നമ. പിതൃഭ്യോ നമ. സർവേഭ്യോ നമ. ഭക്തേഭ്യോ നമ. സർവചരാചരേഭ്യോ നമ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ തലമംഗലദേവരേ ശരണം. ശ്രീ ദക്ഷിണാമൂർത്തി ശരണം. സദ്ഗുരുഭ്യോ നമ. ഗുരുവായൂരപ്പ. ഓം ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം. അതിൽ 19 അധ്യായങ്ങളാണ് ഉള്ളത്. ആകെ 335 അധ്യായം, 18,000 ഗ്രന്ഥം, 12 സ്കന്ധങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നു. ഞാനത് 8,000-ഓളം ശ്ലോകങ്ങളായിട്ടാണ് ജഗതി വൃത്തത്തിൽ അല്ലെങ്കിൽ കാകളി വൃത്തത്തിൽ എഴുതിയിരിക്കുന്നത്. 48 അക്ഷരമാണ് ഒരു ശ്ലോകത്തിൽ ഉള്ളത്. ആമുഖം വിസ്തരിക്കുന്നില്ല. അനവധി ആൾക്കാർ അത് കേട്ടതായതുകൊണ്ട് നേരിട്ട് പാരായണത്തിലേക്ക് കടക്കുന്നു. ഒരു അരമണിക്കൂറുള്ള വീഡിയോ ആയിട്ട് ഈ ഗ്രന്ഥത്തെ മുഴുവൻ അപ്ലോഡ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. എല്ലാ ഭക്തന്മാരും ഇത് സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ എഴുതിയതായിട്ടുള്ള പുസ്തകങ്ങൾ 1,200 രൂപയ്ക്കാണ് ഇപ്പോൾ 4 പുസ്തകങ്ങൾ കൊടുക്കുന്നത്. എല്ലാം പരിഭാഷ പോലെ തന്നെയാണ്. ശ്രീമദ് ഭാഗവതവും അധ്യാത്മരാമായണം അത് ബാലഭാഷിതം എന്ന പേരിലും, ദേവി മഹാത്മ്യം കഥോപാസന എന്ന പേരിലും, ഭദ്രകാളി മഹാത്മ്യം ദാരുകവധം അത് കഥയായിട്ടും, ഇങ്ങനെ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൻ്റെ സംജ്ഞാസംഗ്രഹത്തോട് കൂടിയിട്ട് 1,200 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. എൻ്റെ ഫോൺ നമ്പർ 9048039304. ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പുസ്തകം പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതാണ്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. സർവേഭ്യോ നമ. ഭാഗവതത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന നിലയ്ക്ക് ഛന്ദസ് അതിനൊരു നിയമമുണ്ട്. ഋഷി, ഛന്ദസ്, ദേവത. അതിൽ ഋഷി നാരദനാണ്. ഛന്ദസ് അത് ബൃഹതി ഛന്ദസ്സാണ്. 36 അക്ഷരം എന്നാണ് പറയുക ബൃഹതി ഛന്ദസ്സിന്. ഇതിലൊക്കെ 32 അക്ഷരമുണ്ട് ഉള്ളതാണ് ഇതിൻ്റെ ശ്ലോകങ്ങൾ മുഴുവൻ. ഞാൻ എഴുതിയത് ജഗതിയാണ്. അവിടെ ബൃഹതി ഛന്ദസ് എന്ന് പറയാനുള്ള കാരണം തന്നെ അത് 32 അക്ഷരം അനുഷ്ഠുപ്പ് ആയിട്ടും പിന്നെ മൂർത്തി വ്യൂഹങ്ങളായിട്ട് ബലരാമനും ശ്രീകൃഷ്ണനും പ്രദ്യുമ്നനും അനിരുദ്ധനും ഇത് മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതകളാണ്. ആ സ്ഥാനക്രമത്തിനനുസരിച്ചാണ് അവതാരം. ബലരാമൻ എന്നത് കർമ്മമാണ്. ശ്രീകൃഷ്ണൻ എന്നത് ചിത്തത്തിൽ ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്ന ഭാവമാണ്. പ്രദ്യുമ്നൻ എന്നുള്ളത് നമ്മുടെ ബുദ്ധിയാണ്. അനിരുദ്ധൻ എന്നുള്ളത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ ഈ 4നെയും മനസ്സ് അടക്കുക, ശമദമങ്ങൾക്ക് വേണ്ടിയിട്ട്
ഭാഗവതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്നതാണ് അതിൻ്റെ നിയമം. അതുകൊണ്ടാണ് 32 + 4 36 എന്ന് ബൃഹദി ഛന്ദസ് ഇതിന് പറയാൻ കാരണം. ബൃഹദി ഛന്ദസ്സിലുള്ള ശ്ലോകങ്ങൾ അത്രയും കൂടുതൽ ഇതിലില്ല. അനുഷ്ടുവൃത്തത്തിലാണ് ഏറെക്കുറെ 10,000-ലും-അധികം ശ്ലോകങ്ങളും അനുഷ്ടുവൃത്തത്തിലാണ് മൂലഗ്രന്ഥത്തിൽ. പിന്നെ കുറച്ച് ഗദ്യമുണ്ട്, അങ്ങനെയൊക്കെയാണല്ലോ. ഞാനിത് ഗദ്യമൊന്നുമില്ല, ഗദ്യം മുഴുവനെ പദ്യമാക്കിയിട്ടുണ്ട്. പഞ്ചമസ്കന്ധം മുഴുവനെ പദ്യമാണ്. അപ്പം അങ്ങനെ നമുക്കത് കേൾക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ഓം ശ്രീ നാരദ ഋഷി ബൃഹദി ഛന്ദ ശ്രീകൃഷ്ണ പരമാത്മാ ദേവത ബ്രഹ്മബീജം ക്ലീം ഓം ക്ലീം നമ. ഭക്തി ശക്തി ജ്ഞാന വൈരാഗ്യം കീലകം. ഭക്തിയാണ് ഇതിൻ്റെ ശക്തി, ജ്ഞാനവൈരാഗ്യമാണ് ഇതിൻ്റെ കീലകം. ഭഗവത് പ്രസാദ സിദ്ധ്യർത്ഥേ വിനിയോഗ ഭഗവാന്റെ പ്രീതിയെ സമ്പാദിക്കുക എന്നതാണ് ഇത് വായിച്ചാലത്തെ ഫലം. നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലാണ് ഭഗവാന്റെ സന്തോഷം ഉണ്ടാവുക. എല്ലാവരും വിചാരിക്കുന്നത് ഞാനിതൊക്കെയാണ് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷിക്കുമെന്നാണ്. നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ ഭഗവാൻ സന്തോഷിക്കില്ല. എന്ത് പ്രവൃത്തിയായാലും അത്, ഈശ്വര പൂജ ആയാലും ശരി, അതേപോലെ കടമകൾ, കർത്തവ്യങ്ങൾ, മറ്റേ ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, ജോലിക്ക് പോകണവരല്ലേ നമ്മളൊക്കെ വരുമാനത്തിന് വേണ്ടിയിട്ട്. അതേപോലെ ഏത് ജോലി ആയാലും, ഇപ്പോൾ ആചാര്യനായിട്ട് ഈ സപ്താഹം പാരായണം ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഭാഗവതം പാരായണം ചെയ്യുമ്പോഴും, കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുമ്പോഴും നമുക്ക് സന്തോഷം കിട്ടുന്നില്ല എങ്കിൽ അവിടെ ഭഗവത് പ്രീതി ലഭിക്കില്ല. ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് വായിക്കണുള്ളൂ. നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെന്ന് പല ദിക്കിലും ചെല്ലാറുണ്ടല്ലോ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ അല്ലെങ്കിൽ ഭാഗവത ഉപാസകർ, മറ്റേ അമ്മമാർ അവിടെ വന്നിരുന്നിട്ട് വായിക്കും. ചായയും കൂടിയും കൊടുക്കില്ല. അങ്ങനെ ചെയ്യരുത്. അത് എല്ലാവർക്കും ദോഷമാണ്. ദേവന് ഇഷ്ടമാവില്ല. ദേവൻ്റേതായിട്ടുള്ള ഈ അപ്രീതി അത് എല്ലാവരിലും, പ്രത്യേകിച്ച് ഭരണക്കാർക്ക് വരും, കമ്മിറ്റിക്കാർക്ക് വരും, ശാന്തിക്കാർക്ക് വരും. ഇത് അറിയാതെ കണ്ടാണ് ഇവർക്ക്, ഈ അമ്മമാർക്ക്, ഭക്തകൾക്ക്, അല്ലെങ്കിൽ അതുപോലെ ഉപാസകർക്ക് ആഹാരം പോലും കൊടുക്കാതെ കണ്ട്, മാത്രമല്ല കുറേശ്ശെ അവരെ നിന്ദയോട് കൂടിയിട്ട് നോക്കുകയും ചെയ്യണം. പല അമ്പലങ്ങളിലും അങ്ങനെയാണ്. ഇപ്പോൾ വലിയ അമ്പലമായാലും ശരി, ചെറിയ അമ്പലമായാലും ശരി. അത് അത്രയും ഒരു അധപ്പതനം വേറെ ഒരു കാര്യത്തിലും വരാനില്ല. അത് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പാരായണം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവരവർക്ക് അറിയാവുന്ന രീതിയിലുള്ള ഭാഷയിലാണ് പുരാണത്തെ ആശ്രയിക്കേണ്ടത് എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ ഭഗവാൻ എന്നെക്കൊണ്ട് എഴുതിച്ചു എന്നല്ലാണ്ട് എനിക്ക് അതിനുള്ള പാണ്ഡിത്യമൊന്നുമില്ല. പക്ഷേ ഭഗവാൻ എന്നെക്കൊണ്ട് എഴുതിച്ചു. അത് പല ക്ഷേത്രങ്ങളിലും എനിക്ക് വായിക്കാൻ തരായി. പല വീടുകളിലും ഇരുന്ന് വായിക്കണു. ഞാനും വായിച്ചിട്ടുണ്ട്. 2-3 വീടുകളിലൊക്കെ മറ്റേ സപ്താഹമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. 2 ഇല്ലങ്ങളിൽ വായിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഗർഭിണികൾക്ക് കേൾക്കാൻ, അതേപോലെ പരിഹാരങ്ങളായിട്ട് കല്യാണം നടക്കാൻ, സന്താനം ഉണ്ടാവാൻ, മരണം കഴിഞ്ഞിട്ട് 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ സപ്താഹമായിട്ട് നടത്തുക, ഇതൊക്കെ ഇല്ലങ്ങളിൽ നടത്തുക, അല്ലെങ്കിൽ വീടുകളിൽ നടത്തുക. വളരെ ചുരുങ്ങിയ ചിലവിൽ ഞാൻ മാത്രം വന്നിട്ട് വായിച്ച് പോരാണ് പതിവ്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അതും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഏറ്റവും കുറച്ച് ആവശ്യങ്ങൾ മാത്രമേ ഞാൻ ഉന്നയിക്കാറുള്ളൂ. എൻ്റെ ശരീരം സൂക്ഷിക്കണമല്ലോ, അതിനുള്ളത് മാത്രമേ ഞാൻ ആവശ്യപ്പെടാറുള്ളൂ. അത് എല്ലാവർക്കും ഉപയോഗപ്രദമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണത്തിലേക്ക് കടക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണായ നമ, ഓം വിഷ്ണവേ നമ. ഓം പ്രഥമസ്കന്ധം അധ്യായം 1. ഓം ജന്മമേയില്ലാത്ത ബ്രഹ്മം ജനിപ്പിച്ചു ബ്രഹ്മാണ്ടവും അതിൽ താനും ശരീരിയായി ജീവാംശമായി സൃഷ്ടികാലത്തു വ്യഷ്ടിയിൽ കർമ്മസ്വഭാവത്താൽ ദേഹമാറ്റങ്ങളും മായാപ്രകൃതിയിൽ സത്വരജസ്തമം ചേർത്തിട്ടു മിഥ്യയെ സത്യമെന്നാക്കിയും മോഹം ജനിപ്പിച്ചു വിജ്ഞർക്കു കൂടിയും ബ്രഹ്മം പരൻ വിഷ്ണു നിത്യനാം ശ്രീഹരി സ്വയംഭുവനാം വിധിയെ സ്വനാഭിയിൽ പത്മത്തിൽ സൃഷ്ടിച്ചനന്തശയനനായി തന്നെ തപം ചെയ്ത സൃഷ്ടാവിനായേകി സൃഷ്ടി രഹസ്യവും തത്വവും ദ്രവ്യവും
അന്ധഃകരണവും കാലവും കർമ്മവും കാരണം കോശം സ്വഭാവം നിയമവും സൃഷ്ടിയെ പാലിച്ചു സംഹരിച്ചു സ്വയം സാക്ഷി സ്വധാമത്തിൽ വാഴും നിയന്ത്രകൻ സാക്ഷാൽ പരം പുമാൻ ഹൃസ്ഥിതനെ സദാ ധ്യാനിക്കും സൂരികളവ്യയനേകനെ സ്വപ്രകാശസ്ഥിതൻ അപ്രമേയൻ ഹരേ സത്യസ്വരൂപ നമസ്കരിക്കുന്നു ഞാൻ വിഘ്നം വരാതെ ഹരികഥയോതുവാൻ വിഘ്നേശ്വരനാം ഗണേശനു വന്ദനം ജ്ഞാനത്തെ ഏകിയ ശ്രീ ഗുരുനാഥനെ കാലു പിടിച്ചു നമസ്കരിക്കുന്നു ഞാൻ വാക്കുകൾ വേദമായി തീരുവാൻ അമ്മതൻ കാൽക്കൽ നമിപ്പു ഞാൻ ഭാവാർത്ഥമേകണേ വേദസാരങ്ങൾ പുരാണമായോദിയ വ്യാസഗുരുവിൻ്റെ കാൽക്കൽ നമിപ്പു ഞാൻ മാർഗത്തെ മംഗളമാക്കി രക്ഷിക്കുവാൻ ശ്രീ ശിവ പാർവതിമാരെ നമിപ്പു ഞാൻ ആത്മജ്ഞനാകാൻ കൊതിച്ചു കൊണ്ടെപ്പോഴും ദക്ഷിണാമൂർത്തിക്കു നിത്യം നമിപ്പു ഞാൻ ആദിത്യദേവനെ ഗായത്രി ചൊല്ലിയും മർത്യജന്മം ശുദ്ധമാക്കാൻ നമിപ്പു ഞാൻ ഊർജവും ജ്ഞാനപ്രകാശവുമേകിയൻ ഭൂവാസം പുണ്യമായി തീരാൻ നമിപ്പു ഞാൻ ഭൂമിയും ദ്യോവും സുരലോകവും താണ്ടി ബ്രഹ്മലയത്തിനായി ശക്തി നേടാൻ തവ തേജസ്സിനാൽ മമ ബുദ്ധിയുണർത്തണേ ആദിത്യദേവ അതിനായി നമിപ്പു ഞാൻ സാത്വിക കർമ്മം കൊണ്ടാനന്ദം നേടുവാൻ മൂന്ന് ശോകങ്ങൾ നശിക്കുവാൻ വ്യാസൻ രചിച്ചൊരീ ഭാഗവതം കേട്ടാൽ ശ്രീഹരിഹൃത്തിൽ വസിച്ചു സുഖം തരും നാനാവതാരവും ലീലകളും ചെയ്തു പണ്ഡിതർക്കും അർത്ഥമാകാത്ത ചെയ്തികൾ പഞ്ചഭൂതം കൊണ്ട് മായയാൽ സൃഷ്ടിച്ചു 3 ലോകം ഹരി മുഗുണ ചേർച്ചയാൽ ശ്രീശുകൻ ചൊല്ലി പരീക്ഷിത് ശ്രവിച്ചൊരു നാരായണ കഥ കേട്ടാലിഹ പരഭക്തിയും മുക്തിയും വൈരാഗ്യവും നേടി ജന്മം സഫലമാം എന്നോതി സൂതനം നൈമിഷാരണ്യത്തിൽ ശൗനകൻ തൊട്ടുള്ള ബ്രാഹ്മണർ ചോദിച്ചു ചിത്തശുദ്ധിക്കിനി എന്തു ചെയ്യും കലിദോഷം തടയുവാൻ വേദപുരാണങ്ങളേതു പഠിക്കണം ഏതു ശാസ്ത്രം യാഗം യോഗം വ്രതം തപം ദാനം പരിചര്യ നാമപൂജാദികൾ നിഗ്രഹാനുഗ്രഹ സജ്ജന രക്ഷക ജന്മാദിലീലകൾ ശാസ്ത്രോപദേശവും ഏതൊന്നു കേട്ടാൽ സ്വതന്ത്രനായി സ്വസ്ഥനായി സന്തുഷ്ടരായി ജനം മാറും മുമുക്ഷുവായി അക്കഥയെല്ലാം വിശദമായി ചൊല്ലണേ ഗൂഢരഹസ്യവും സൂതാഹിതങ്കര മാനവർ തേടും പരമമാം ശ്രേയസ്സും ആചാരം കർമ്മം അനുഷ്ഠാനം സേവയും ഗ്രന്ഥസമുച്ചയ സാരവും മേന്മയും ജന്മരഹസ്യം അവതാര ലക്ഷ്യവും ശ്രീരാമ ശ്രീകൃഷ്ണ നന്ദജാ ജന്മവും സംഘർഷണ രുദ്രലീലകളൊക്കെയും സംസാരം താണ്ടുവാൻ ഭാഗവതം തന്നിൽ ശ്രീകൃഷ്ണൻ വാങ്മയിയായി ലയിച്ചതും ശ്രീരാമ ശ്രീകൃഷ്ണ നന്ദജാ ജന്മവും സംഘർഷണ രുദ്രലീലകളൊക്കെയും സംസാരം താണ്ടുവാൻ ഭാഗവതം തന്നിൽ ശ്രീകൃഷ്ണൻ വാങ്മയിയായി ലയിച്ചതും ധർമ്മം പിന്നെന്തിനെ ആശ്രയിച്ചെന്നതും ആയുസ്സിൻ നഷ്ടവും ബുദ്ധി കുറഞ്ഞതും ആലസ്യവും കർമ്മവാസനാനാശവും തീരാൻ ഹരി കഥയോധണേ സദ്ഗുരോ സ്കന്ധം 1 അധ്യായം 1 സമാപ്തം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആദിത്യം അംബികാം വിഷ്ണു ഗണനാഥം മഹേശ്വരം വന്യം ച. ഇങ്ങനെ സൂര്യനെ നമസ്കരിക്കുക, സൂര്യനെ ആശ്രയിക്കുക, അതേപോലെ ശിവപാർവതിമാരെയും വിഷ്ണുവിനെയും ഗണപതിയെയും വന്ദിച്ചിട്ട് വേണം എന്തൊരു പ്രവർത്തിക്കും കർമ്മ ചെയ്യാനുള്ള അധികാരം കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ആദ്യം ഗ്രന്ഥത്തെ ഞാനൊന്ന് സ്തുതിച്ചു. ജന്മാദ്യസ്യേതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട്ടേനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയൽ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാംനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആദ്യത്തെ ഒരു 5 ശ്ലോകങ്ങളെ കൊണ്ട് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരു തരത്തിൽ പറഞ്ഞു. അനവധി പേജുകളെ കൊണ്ടാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം പണ്ഡിറ്റ് ഗോപാലൻ നായർ ചെയ്തിരിക്കുന്നത്. ആ ഗ്രന്ഥത്തെയും അതേപോലെ മറ്റ് അനവധി ഗ്രന്ഥങ്ങളെ എൻ്റെ 10 വ്യാഖ്യാനങ്ങളുണ്ട് ഭാഗവതം.
ഈ 10 വ്യാഖ്യാനങ്ങളിൽ കിട്ടുന്നതായിട്ടുള്ള കുറച്ച് ചേർത്തിട്ട് ഞാനൊരു 5 ശ്ലോകത്തിൽ ഇതിനെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുക എന്നുള്ളത് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഭാഗവതം എങ്ങനെയാണ് കിട്ടിയത്? ശൗനകാദി മഹർഷിമാർ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് 1000 കൊല്ലം ദീർഘത്തോട് കൂടിയിട്ടുള്ള സത്രത്തെ നടത്തുമ്പോൾ അവിടെ യാഗപൂജാദികളെ മാത്രമാണ്, കലിസന്തരണാർത്ഥമാണ് അവിടെ ഈ ഉഗ്രശ്രവസ്ത എന്ന സൂതൻ വരുന്നതും ആ സൂതനെ ബഹുമാനിച്ച് പൂജിച്ച് ഒരു പീഠത്തിലിരുത്തി സൂതനിൽ നിന്നും മറ്റ് പുരാണങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഭാഗവതത്തെ കേൾക്കുന്നതായിട്ടുള്ള രംഗം. അപ്പോൾ ആദ്യത്തെ ഈ സൂതൻ എന്നത് രോമഹർഷണൻ എന്ന സൂതനാണ്. അതിനുശേഷമാണ് ഈ ഉഗ്രശ്രവസ് പുത്രൻ, അത് ബലരാമനാൽ അവരോധിതനായിക്കൊണ്ട് അവിടെ വരുന്നത്. ആ സൂതനോട് ഒരു 5-6 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പരമശ്രേയസ് എന്താണ് എന്ന് ഏറ്റവും പ്രധാനം, പിന്നെ കർമ്മം എന്താണ്, വേദസാരം എന്താണ്, അവതാരം എന്തിനാണ്, ശ്രീകൃഷ്ണ ലീല മഹിമ എന്താണ്, ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ ധർമ്മം ആരെ ആശ്രയിച്ചു, നമ്മൾ വന്നത് എവിടുന്ന, നമ്മുടെ ഇവിടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ലക്ഷ്യം എന്താണ് വേണ്ടത്. ഇത് ഭാഗവതം പറയുന്നത് ഭഗവാനെ ആശ്രയിക്കൂ, ഭഗവത് അർപ്പിതമായിട്ട് എല്ലാ കർമ്മങ്ങളും കർമ്മത്തിൻ്റെ ഫലങ്ങളും സമർപ്പിക്കൂ, സ്നേഹവിനയ ശുശ്രൂഷാഭാവത്തോടു കൂടിയിട്ട് ഭക്തനായിട്ട് മുമുക്ഷുവായിട്ട് ജീവിക്കൂ. മുക്തിയാണ് ലക്ഷ്യമാകേണ്ടത്. ധർമാർത്ഥ കാമ മോക്ഷങ്ങളെയാണ് ലക്ഷ്യമാക്കേണ്ടത്. അപ്പോഴേ ഈ ജീവിതം മർത്യജന്മം വിശേഷബുദ്ധിയോട് കൂടിയിട്ട് ജനിച്ചതാണ്, അത് പ്രയോജനകരമാവുള്ളൂ. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സൂതനോട് കഥ പറയാൻ പറഞ്ഞപ്പോൾ സൂതൻ ഭഗവാനെ ഒന്ന് സ്മരിച്ചു. ഗുരുവിനെ, ശ്രീശുക ബ്രഹ്മർഷിയിൽ നിന്നാണ് ഭാഗവതം കേട്ടത് ഉഗ്രശ്രവസ്. ആ ഗുരുവിനെ ഒന്ന് സ്മരിച്ചു. അങ്ങനെ ക്രമേണയായിട്ട് നമുക്ക് അവതാരങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അവതാരങ്ങളെ സകല സ്വരൂപത്തെ സ്മരിച്ചിട്ട് മതി ബ്രഹ്മത്തെ ഉപാസിക്കാൻ. കാരണം നമുക്ക് ബ്രഹ്മത്തെ ഉപാസിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ആ കഥകളെ പറയുകയാണ് 2-ാമത്തെ അധ്യായത്തിൽ. 2ഉം 3ഉം അധ്യായങ്ങളിലായിട്ടാണ് സൂതൻ ഈ കാര്യത്തെ പറയുന്നത്. നമുക്ക് കേൾക്കാം. ആദ്യത്തെ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് 2ഉം 3ഉം അധ്യായങ്ങളായിട്ട് പറയുക. ഓം പ്രഥമസ്കന്ധം അധ്യായം 2. ഓം സദ്ഗുരു ശ്രീശുക ബ്രഹ്മ മഹർഷിയെ സൂതൻ സ്തുതിച്ചു നമിച്ചു കൃതാർത്ഥനായി. ജന്മനാജ്ഞാനി പരിവ്രാജകൻ ശുഗൻ മൂന്നാശ്രമം വിട്ട കർമ്മിയായി നിസ്വനായി. ചെയ്തു ഉപനയനം വ്യാസൻ പുത്രനെ ഗായത്രി ഓങ്കാരം കേൾപ്പിച്ചു വ്യാഹൃതി. പുത്രൻ ഗമിക്കാനൊരുങ്ങി വിളിച്ചുടൻ സസ്യങ്ങളോതി മറുപടി അച്ഛന്. ഹൃത്തിൽ ഹരിയുള്ള ആത്മജ്ഞൻ ശ്രീശുഗൻ എൻ്റെ ഗുരുവിനെ വീണു നമിപ്പു ഞാൻ. വേദസാരം ഗൂഢം ജ്ഞാനദീപം ഗ്രന്ഥം ഭാഗവതത്തെ നമസ്കരിക്കുന്നു ഞാൻ. നാരായണനെ നരനെ ശ്രീവ്യാസനെ വാണിയെ വീണു നമിക്കുന്നു ഞാൻ സദാ. ശ്രീകൃഷ്ണലീലകൾ കേൾക്കാൻ കൊതിക്കുമീ ശൗനകർക്കും വിപ്ര ഭക്തർക്കും വന്ദനം. ചിത്തശുദ്ധിക്കായി കൃഷ്ണനെ ഓർക്കണം. നിഷ്കാമനായി വിഘ്നം കൂടാതെ ഭക്തനായി ധർമ്മമനുഷ്ഠിച്ചാൽ വൈരാഗിയായിടാം. അജ്ഞാനനാശത്താൽ സ്വാസ്ഥ്യം ലഭിച്ചിടും. ഭക്തി നേടാൻ ധർമ്മം നിഷ്ഠയിൽ ചെയ്യണം. ബന്ധമകറ്റണം, ആസക്തി തീർക്കണം. കർമ്മയോഗം കൊണ്ട് ശുദ്ധ മനസ്കനായി ദേഹം നിലനിർത്താൻ അർത്ഥവും നേടണം. ധർമ്മത്തിനർത്ഥം ചിലവാക്കണം സദാ. മോക്ഷത്തിനാവണം കാമം പ്രവൃത്തിയും. തത്വം പറയണം, സാഖ്യം പഠിക്കണം. ഈശനെ നന്നായി അറിയണം മാനുഷൻ. ജ്ഞാനികൾ ബ്രഹ്മമായി ആത്മാവായി യോഗികൾ. ഭക്തനെ ഈശനായി കാണുന്നു സാത്വികർ. അന്തർമുഖനായി ദ്വന്ദ്ം കടന്നൊരാ ജ്ഞാനിതൻ ചിത്തിൽ വസിക്കും ജഗൽ ഗുരു. ഏകാഗ്രചിത്തനായി ലീലകൾ കേൾക്കണം. കീർത്തിക്കണം, ധ്യാനം ചെയ്യണം നിത്യവും. യാഗപൂജാദി വ്രതങ്ങൾ അനുഷ്ഠിച്ച് കർമ്മത്തിൻ വാസന തീർക്കാം ഫലേച്ഛയം. സത്സംഗം നേടി ഗുരു സേവ ചെയ്യണം. സ്വാധ്യായം ചെയ്യണം തീർത്ഥാടനങ്ങളും. സത്വഗുണവാനായി ഭക്തൻ വിനീതനായി സംശയം തീർക്കണം ആത്മജ്ഞനാകുവാൻ. ശുദ്ധി, തപസ്, ദയ, സത്യം എന്നിങ്ങനെ മുഗുണം തീർക്കണം ധർമ്മപാദങ്ങളാൽ.
സത്വഗുണൻ വിഷ്ണു ബ്രഹ്മാവുരജോ ഗുണൻ രുദ്രൻ തമോ ഗുണി ഏകനാൽ മൂവിധം വിത്തപുത്ര കീർത്തിക്കായി നരർ സദാ ചെയ്യം പിതൃഭൂത ദേവപൂജാദികൾ യാഗയോഗം കർമ്മം ജ്ഞാനം തപസ്വേദം ധർമ്മവും വാസുദേവൻ തന്നിലെത്തുവാൻ അന്ത്യസമയം ഹരിസ്മൃതി കിട്ടുവാൻ ഹൃത്തിൽ സ്ഥിരമായി ഹരി വസിച്ചിടുവാൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ ശ്രീഹരേ സാക്ഷിയായി സാത്വിക ഭക്തനാക്കേണമേ ജീവനിയന്താവാം അന്തര്യാമി ഹരി നാനാത്വം കാട്ടി പ്രപഞ്ച വിഷയമായി ദുഃഖസുഖങ്ങൾ ഭുജിപ്പിക്കും ജീവനെ പ്രാരബ്ധമായി 3 കർമ്മഫലം സ്ഥിരം തത്വം 24 ഹരി തന്നെ മുഗുണ ചേർച്ചയാൽ ശ്രേഷ്ഠ നികൃഷ്ടനായി ദേവമർത്യ മൃഗ സസ്യരൂപങ്ങളിൽ ദേഹദേഹി ബന്ധം ചേർക്കുന്നു ശ്രീഹരി ഭക്തരക്ഷയ്ക്കായി അവതാരം ചെയ്തിടും ദുഷ്ടരെ ശിക്ഷിച്ചു ശുദ്ധരാക്കും ഹരി ഇത്രയെന്നോതുവാൻ വയ്യെങ്കിലും മുഖ്യം ശ്രേഷ്ഠം ഹരി ലീലയോതാം ശ്രവിക്കുവിൻ. സ്കന്ധം 1 അധ്യായം 2 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ. അടുത്ത അധ്യായത്തിൽ അവതാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവതാരങ്ങൾ അംശം, അംശാംശം, ആവേശം, സ്ഫൂർത്തി, പൂർണ്ണം, പരിപൂർണം, ഇങ്ങനെ 6 തരത്തിലാണ് അവതാരം എന്ന് പറയുന്നു. ഗുണാവതാരം, ലീലാവതാരം, കലാവതാരം, ഇങ്ങനെയൊക്കെയാണ് അവതാരങ്ങളുടെ ഒരു ഘടന വരിക. അപ്പോൾ അത് സകളസ്വരൂപം സ്വീകരിച്ച് വരികയാണ്. ഞാനത് വളരെ ചുരുക്കിയിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാരണം അവതാരങ്ങൾ ഇനിയും ധാരാളമായിട്ട് വിസ്തരിക്കുകയാണ് ഉള്ളത്. എഴുതുന്ന സമയത്ത് ഈ ഗ്രന്ഥത്തിൻ്റെ വിസ്താരം ഭയന്ന് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് അറിയില്ല. അപ്പോൾ അന്നത്തെ സാഹചര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ എഴുതി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ആയി, അത്രയേ ഉള്ളൂ. അത് കൂട്ടിച്ചേർത്തിട്ടാണ് അത് എഴുതിയത്. ഈ ധാർമ്മികമായിട്ട് ഏറ്റവും പ്രധാനം ധർമ്മത്തിൻ്റെ 4 പാദങ്ങളെങ്കിലും തപസ്, ശുദ്ധി, ദയ, സത്യം, ഈ 4 പാദങ്ങളെങ്കിലും വളരെ നിർബന്ധമായിട്ടും ജീവിതത്തിൽ പരിപാലിക്കണം. അത് എല്ലാവരും വേണം. അവനവൻ്റെ ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ പാലിച്ചു കൊണ്ട് വേണം. കുലത്തിനും പ്രായത്തിനും അനുസരിച്ച്, ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച്. അത് എല്ലാവരും ഒരേ പണി ചെയ്യല്ല, അവരവർക്ക് പറ്റുന്ന പണി ചെയ്യാണ്. ധനമുള്ളവർ ധനത്തെ എല്ലാവർക്കുമായിട്ട് പങ്കുവയ്ക്കുക. ശാരീരികമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അത് മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുക. ചിലവർക്ക് ബുദ്ധിപരമായിട്ട് മാനസികമായിട്ട് ഉപദേശാധികാരങ്ങൾ ചെയ്യാൻ അതാ കഴിവുണ്ടാവുക. ഗുരുസ്ഥാനത്ത് അതൊരു വലിയ ഉപദേശമാണ്, വലിയൊരു സഹായമാണ്. അത് ദീനരോഗികൾക്കായാലും വേണ്ടില്ല, സ്ത്രീകൾക്കായാലും വേണ്ടില്ല, ബാലർക്കായാലും വേണ്ടില്ല. ഒരു ശുശ്രൂഷാഭാവത്തോട് കൂടിയിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അവരിൽ ഈശ്വരനെ കാണുകയാണ് വേണ്ടത് എന്നാണ് ഇപ്പോൾ ഈ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞത്. അതാണ് സൂതൻ ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ബ്രഹ്മോപാസന എളുപ്പമല്ലാത്തത് കൊണ്ട് അവതാര സ്വരൂപങ്ങളെ ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞു. അതാണ് ഈ അധ്യായത്തിൽ. പിന്നെ എനിക്ക് എങ്ങനെയാണ് ഭാഗവതം കിട്ടിയത് എന്നും പറഞ്ഞു. ഭഗവാൻ തന്നെയാണ് ചതുശ്ലോകി ഭാഗവതമായിട്ട് ബ്രഹ്മാവിന് ഭാഗവതത്തെ ഉപദേശിച്ചത്. അതിനുശേഷം ബ്രഹ്മാവ് തൻ്റെ പുത്രനായിട്ടുള്ള ശ്രീനാരദ മഹർഷിക്ക് ദേവർഷി നാരദനെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അത് വ്യാസന് ഇത് പറഞ്ഞു കൊടുത്തു. വ്യാസൻ അത് സമാധി ഭാഷയിൽ ഭാഗവതം എഴുതി അത് ശ്രീശുക ബ്രഹ്മർഷിക്ക് പഠിപ്പിച്ചു. ആ ശ്രീശുക ബ്രഹ്മർഷി അത് പരീക്ഷിത് മഹാരാജാവിനെ ഗംഗാതീരത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു. 7 ദിവസം കൊണ്ട് സപ്താഹമായിട്ട്. അപ്പോൾ ഞാനും അത് കേട്ടായിരുന്നു. സൂതൻ പറയാണ്, അന്ന് എന്നെ വിളിച്ചിട്ട് ഈ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു, നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ഇനി ഇത് കലികാലത്തിൽ പറയാൻ പോകുന്നത് സൂതനാണ് എന്ന്. അങ്ങനെയാണ് ഞാനിത് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. അതിന് മറ്റൊരു പരമ്പര കൂടി ഉണ്ട്. അതിൽ ഈ അനന്തഭഗവാനായിട്ടുള്ള ശേഷൻ ശങ്കർഷണൻ, അദ്ദേഹം ആ ഭഗവാൻ ഈ സനകാദികൾക്ക് പറഞ്ഞു കൊടുത്തു. സനകാദികൾ അത് സാംഖ്യായന മഹർഷിമാർക്ക് പറഞ്ഞു കൊടുത്തു. സാംഖ്യായന മഹർഷിമാർ അത് ബൃഹസ്പതിക്കും പരാശര മഹർഷിക്കും പറഞ്ഞു കൊടുത്തു. ഇവരൊക്കെ കേൾക്കുമ്പോൾ അനവധി ശിഷ്യന്മാരും പ്രശിഷ്യന്മാരും 10,000 കണക്കിനുണ്ടാവും. അത് പരാശര മഹർഷി അത് മൈത്രേയന് പറഞ്ഞു കൊടുത്തു. വിഷ്ണു പുരാണം എന്ന രീതിയിലാണ് അത് പ്രസിദ്ധമായത്. ഭാഗവതം ഇത് തന്നെയാണ്.
അതിൽ ലേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ ആഖ്യാനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒന്ന് തന്നെയാണ്. ഈ മൈത്രേയൻ പരാശര മഹർഷി മൈത്രേയന് പറഞ്ഞു കൊടുത്ത വിഷ്ണു പുരാണം മൈത്രേയൻ അത് വിതുരന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ഭാഗവതം കൂടി ചേർത്തിട്ടാണ് പറഞ്ഞു കൊടുത്തത്. ആ പരമ്പരയിൽ പിന്നെ വിതുരൻ വേറെ ആർക്കും പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പരമ്പര അത് ബൃഹസ്പതി ശിഷ്യന്മാർക്കുണ്ട്, പരാശര ശിഷ്യന്മാർക്കുണ്ട്, മൈത്രേയ ശിഷ്യന്മാർക്കുണ്ട്, സാഖ്യായന ശിഷ്യന്മാർക്കുണ്ട്, സനകാദികൾക്ക് ശിഷ്യന്മാരില്ല. അവരങ്ങനെ ഒരു രീതിയിലല്ല. അപ്പോൾ പരമ്പര ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചത്. നമുക്ക് അതിൻ്റെ അവതാരങ്ങളൊന്ന് പാരായണം ചെയ്യാം. ഇത് സൂത ശൗനക സംവാദം എന്ന പേരിൽ 3 അധ്യായമാണ് വരിക. ഓം പ്രഥമസ്കന്ധം അധ്യായം 3. ഓം സൃഷ്ടി തുടങ്ങാൻ വിരാട്ടായി ശ്രീഹരി 10 ഇന്ദ്രിയം മനം പഞ്ചഭൂതം കൂടി ഉണ്ടായി കലകൾ 16 അണ്ഡമായി വെള്ളത്തിൽ വാണു സഹസ്ര സംവത്സരം യോഗനിദ്ര ചെയ്യും ആദിനാരായണൻ നാഭിപത്മത്തിൽ വിധീയ സൃഷ്ടിക്കയും അംഗങ്ങളിൽ 14 ലോകങ്ങളായി ദേവകളെ ചേർത്തു അംഗികളാക്കിയും അംശാംശ സംഭവരായി ശരീരികൾ ദേവമർത്യ തിര്യങ് സസ്യങ്ങളായിഹ ആദ്യം സനകൻ സനന്ദൻ സനാതനൻ ഒപ്പം സനൽകുമാരൻ ബ്രഹ്മചാരികൾ പിന്നെ വരാഹമായി ഭൂമിയെ പൊക്കിയും നാരദൻ നാരായണൻ നരൻ യജ്ഞനും സാഖ്യം പറഞ്ഞ കപിലനും പിന്നീടു സാക്ഷാൽ ഋഷഭൻ തഥാ ദത്താത്രേയനും വേണ്ടതൊക്കെ നൽകാൻ വന്നു പൃഥുഹരി വാസയോഗ്യമാക്കി ഭൂമിയെ സാത്വികൻ മത്സ്യമായി കൂർമ്മമായി ധന്വന്തരിയായി മോഹിനിയായി ദേവസ്വാസ്ഥ്യത്തെയേകുവാൻ ശ്രീനരസിംഹമായി പ്രഹ്ലാദരക്ഷയും മന്വന്തരമേഴിൽ വാമനനായി ഹരി ദുഷ്ടരെ കൊന്നു പരശുരാമൻ സ്വയം വ്യാസനായി വേദ പുരാണങ്ങൾ നൽകുവാൻ ശ്രീരാമനായി സീതയൊപ്പം ശ്രീലക്ഷ്മണൻ ശംഖ ഭരതനായി ശത്രുഘ്നൻ ചക്രവും ശ്രീബലരാമനായി ശ്രീകൃഷ്ണനായി ചെയ്തു ഘോര കലിദോഷം തീർക്കാൻ സ്വലീലകൾ ബുദ്ധനായി കൽക്കിയായി ചെയ്യും അവതാരം നീർച്ചാൽ തടാകത്തിൽ നിന്നും വരുന്ന പോൽ ദേവഋഷി മനു അംശാവതാരവും ശ്രീകൃഷ്ണൻ പൂർണ്ണതമൻ തന്നെ ബ്രഹ്മമായി ശ്രീഹരി തൻ്റെ അവതാരമോർക്കുകിൽ പാപനാശം ദുഃഖമുക്തിയും നേടിടാം ഇല്ലാ ജനന മരണം സകലന് ഉണ്ടെന്നു തോന്നിച്ചു ഭക്തർ തൻ രക്ഷകൻ അവ്യക്തരൂപൻ അതിസൂക്ഷ്മനാം ഹരി അംശമായി ദേഹത്തിൽ ജീവനായി കേറിയും നാനാശരീരിയായി കർമ്മഫലം തിന്ന സ്ഥൂലത്തിൽ സഞ്ചാരം ചെയ്യുന്നു മായയാൽ ശ്രീഹരി ലീലാസ്മരണ മാത്രത്തിനാൽ ദേഹേന്ദ്രിയ മനം ശുദ്ധമായി തീർന്നിടും നിർവിഘ്ന നിർമ്മലം ഹേതു കൂടാതെയും ദാസനായി ഭക്തനായി ഈശ്വര സേവകൾ ചെയ്യുന്ന നിങ്ങളീ ഭാഗവതം കേട്ട് സാത്വികരാകണം ലോകഹിതം കരർ ജീവൻ ഹരിപ്രിയനായി വിദ്യ നേടുകിൽ കർമ്മബന്ധം തീർന്ന് ബ്രഹ്മത്തിലെത്തിടും 4 ശ്ലോകത്താൽ വിധിക്കേകി വിഷ്ണുവും സാരമേകി വിധി നാരദനും തഥാ വ്യാസനേകി കഥാതത്വവും നാരദൻ വ്യാസൻ ശുഗനേകി തൻ്റെ കൃതിയിത് ശ്രീശുഗനേകി പരീക്ഷത്തിനായത് അന്നു ഞാനും കേട്ടു ഭാഗ്യത്താൽ ശിഷ്യനായി നാരദനായി സനകാദികളും തഥാ ഗോകർണനും ചൊല്ലി പ്രേതമുക്തിക്കിത് ശൗനകരെ ചൊല്ലാൻ പറ്റുന്ന പോലെ ഞാൻ ജ്ഞാനവൈരാഗ്യങ്ങൾ ശാസ്ത്രസാരം ശ്രുതി ചൊല്ലി പരമഹംസന്മാർ ഹിതങ്കരർ അജ്ഞാനം തീർക്കുവാൻ നിസ്വാർത്ഥർ വിപ്രരേ. സ്കന്ധം 1 അധ്യായം 3 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദാസേവ്യ സദാസേവ്യ എന്നാണ് ഭഗവത് സ്മൃതിപരമായിട്ട് ഭഗവാനാൽ പറയപ്പെട്ടത്, ഈ ഗുരുക്കന്മാരാൽ പറയപ്പെട്ടത്. രാജർഷിമാരാൽ അത് കേൾക്കപ്പെട്ടു, ബ്രഹ്മർഷിമാരാൽ അത് പറയപ്പെട്ടു, ദേവർഷിമാരാൽ അതിൻ്റെ ഗുണഫലങ്ങളെ മറ്റുള്ളവർക്കായിട്ട് കാണിച്ചു കൊടുത്തു. ആ ഭക്തന് ഇങ്ങനെ കിട്ടി, ഈ ഭക്തന് ഇങ്ങനെ കിട്ടി, ആ ഭഗവാൻ ഇങ്ങനെയാണ് വന്നത്, അങ്ങനെ. അപ്പോൾ ഇവിടെ സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയാണ്, ഭക്തരായിട്ടുള്ള നിങ്ങൾ ഈ ഭാഗവതത്തെ കേട്ട് സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട് ജീവിക്കൂ, ലോകഹിതങ്കരായിട്ട് ജീവിക്കൂ. സർവഭൂതഹിതേ രതാഹ, എല്ലാവർക്കും സുഖത്തെ കിട്ടട്ടെ. ദയാ സർവഭൂതേഷു, എല്ലാവരോടും ദയോട് കൂടിയിട്ട് ജീവിക്കൂ. കിട്ടുന്നതെല്ലാം വീതിച്ചുകൊണ്ട്, കിട്ടുന്നതെല്ലാം ദാനം ചെയ്തുകൊണ്ട്, വൈരാഗിയായിട്ട്,
മുക്തി നേടൂ. ഈ ജീവനെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് എന്തും നമ്മിൽ വന്നു ചേരുന്നത് എന്തും നമ്മിൽ സ്റ്റോർ ചെയ്യപ്പെടരുത്, ബാക്കിയാവരുത്. അത് മുഴുവൻ കൊടുക്കപ്പെടണം. അതുകൊണ്ടാണ് കർമ്മവും കർമ്മഫലവും ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോഴേ കർമ്മബന്ധം തീരുള്ളൂ. കർമ്മമുക്തിയാണ് വേണ്ടത്. കർമ്മം നമ്മളെ വിട്ടു പോവുകയാണ് വേണ്ടത്, അല്ലാണ്ട് കർമ്മം നമ്മൾ ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. കടമകൾ കർത്തവ്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അത് ചെയ്ത് തന്നെ തീർക്കണം. പ്രാരബ്ധം തീർക്കാതെ കണ്ട് മുക്തി കിട്ടില്ല. പുണ്യവും പാപവും ശേഷിക്കാൻ പാടില്ല. പുണ്യമുണ്ടായാലും സ്വർഗാദി ലോകങ്ങളിലൊക്കെ ചിലപ്പോൾ കറങ്ങി തിരിയേണ്ടി വരും. അത് ഒരു പരമസിദ്ധനാണെങ്കിൽ അത് വേണ്ടാന്ന് വെച്ച് ഊളിയിട്ട് മുകളിലേക്ക് പോകാൻ സാധിക്കും, വൈകുണ്ഠത്തിലെത്താൻ പറ്റും. എല്ലാവർക്കും പറ്റുമെന്ന് ശരിയാ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ബാക്കി ഉണ്ടാവരുത്. ആ രീതിയിൽ മുഴുവൻ ദാനം ചെയ്യൂ എന്നാണ്. ഈ വിദ്യയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. കൊടുക്കും തോറും ഏറിയിടും. പുണ്യവും അതേപോലെ തന്നെയാണ്. കൊടുക്കും തോറും ഏറിയിടും. ആ പുണ്യം നമ്മിലല്ല സ്റ്റോർ ചെയ്യപ്പെടുക. ആ പുണ്യം ഭഗവാൻ ആർക്കൊക്കെയാണോ ഈ പുണ്യത്തെ കൊടുക്കേണ്ടത് അവർ ഈ ഭക്തനിൽ നിന്ന് കേട്ടിട്ടായാലും വസ്തുക്കളായിട്ട് സ്വീകരിച്ചിട്ടായാലും അല്ലെങ്കിൽ ഈ ഭക്തനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും അങ്ങോട്ട് പകർന്ന് കൊടുക്കപ്പെടും. അപ്പോൾ അതിലിവിടെ ബാക്കിയാവണില്ല എന്ന് സാരം. അതാണ് ആചാര്യന്മാർക്ക് വേണ്ടത്. ആചാര്യന്മാർ ചെയ്യേണ്ടത് എന്നിലുള്ള എന്ത് ഭക്തിഭാവമാണോ ഉള്ളത്, അറിവാണോ ഉള്ളത്, അത് ഭക്തന്മാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് ഒരു കാരണമായി തീരട്ടെ ഈ എല്ലാ ഗ്രന്ഥങ്ങളും, ഞാൻ രചിച്ചതായിട്ടുള്ള ഈ ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ചും. കാരണം ഭാഷയിലാണല്ലോ. സംസ്കൃതം വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. സംസ്കൃതം പഠിച്ചവർക്ക് അത് ശരിയാണ്. വ്യാസൻ അന്ന് സംസ്കൃതത്തിൽ എഴുതാനുള്ള കാരണം അന്നത്തെ ഭാഷ സംസ്കൃതമായിരുന്നു. ഇത് ഇംഗ്ലീഷിലായാലും വിരോധമില്ല, ഹിന്ദിയിലായാലും വിരോധമില്ല, മറ്റേത് ഭാഷയിലായാലും വിരോധമില്ല. വക്രിക്കാതെ കണ്ട്, പാഖണ്ഡമാവാതെ കണ്ട് ചെയ്യണം. പലരും പാഖണ്ഡമായിട്ടെടുത്തു, സങ്കുചിതമായിട്ടെടുത്തു, അത് വക്രിക്കപ്പെട്ടു. മാത്രമല്ല കുറച്ചേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ, എന്നിട്ട് ഞാൻ ഈ മനസ്സിലാക്കിയതാണ് ശരി എന്നും പറഞ്ഞു. ഭഗവാൻ അങ്ങനെ ഒരു ശരിയില്ല. അത് ഭഗവാനെ അറിയാത്തത് കൊണ്ടാണ്. ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം ഈ സങ്കുചിതത്വമാണ്. ഞാനാണ് മീതെ, എൻ്റേത് മാത്രമാണ് ശരി. ശ്രോതാവല്ലാത്ത അവസ്ഥ, വക്താക്കളായിട്ട് മാറുകയാണ്. അതും തെറ്റുകൾ വിളിച്ചു പറയുകയാണ്. അത് വരാതിരിക്കാൻ ഭാഗവതത്തെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ഭാഷയിൽ അവരവർക്ക് വശമുള്ള ഭാഷ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ, അതിൽ ഭാഗവതത്തെ നല്ലോണം. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവത് തത്വങ്ങളാണ്. അത് ശൈവ വൈഷ്ണവ ശാക്തേയമായിട്ട് വരും. ശിവപുരാണായാലും ഭാഗവതമാണ്. ഗണപതിയുടെ ഉണ്ട്, അതും ഭാഗവതം തന്നെയാണ്. ദേവി ഭാഗവതം, അതും ഭാഗവതം തന്നെയാണ്. ഇത് മനസ്സിലാക്കാതെ കണ്ടാണ് പരിഭ്രമിച്ച് ഈ സംസ്കൃതം മാത്രം വായിച്ച് വിഷമിക്കുന്നത് ആൾക്കാർ. ഒന്നും മനസ്സിലാവില്ല. അറിയുന്ന ഭാഷയിൽ വായിച്ചു നോക്കൂ, എന്തൊരു സുഖ. അതിലൂടെ ലീനഭാവം വരണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ എളിയ സംരംഭത്തെ ഭക്തന്മാർക്കായിക്കൊണ്ട് സമർപ്പിക്കുന്നു. ഇത് ഭഗവാൻ സ്വീകരിക്കുമാറാകണേ. ഈ ഭക്തന്മാരെയും അവർക്ക് കൂടുതലായിട്ട് ഭക്തി ഉണ്ടാക്കി കൊടുക്കുവാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ഒരു 4 വരി എഴുതിയതൊന്ന് പാരായണം ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഫലം കിട്ടും. ശ്രീ ഗുരുവായൂരപ്പ, എൻ്റെ പുസ്തകത്തിലുള്ള സദ്ഫലം എന്ന പേരിൽ എഴുതിയതായിട്ടുള്ള ഒരു കീർത്തനമാണ്. അത് 424 പേജിലാണ്, ഇടത് ഭാഗത്തായിട്ട് കാണാം. എന്തിനാണ് ഭാഗവതം എഴുതുന്നത് എന്നതാണ് ഈ കീർത്തനത്തിലുള്ളത്. എന്തിനാണ് ഭാഗവതത്തെ ആശ്രയിക്കേണ്ടത്, ഇതാണ് ഇതിലുള്ളത്. കേൾക്കാം. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഭഗവാൻ പാലകൻ രചിച്ചൊരീ വിണ്ണിൽ ജനിച്ചു ഞാനിഹ വളർന്നിതാർത്തനായി. മഹാവിഷ്ണു തവ വിവിധ വേഷങ്ങൾ അതിമനോഹര കളികളോർക്കവേ.
തവലീല പറഞ്ഞ ഭയമേകുവാൻ പരമഭക്തനായ അവരോധിക്കണേ. ക്ഷരദേഹം വിട്ടു കഥാക്ഷരരൂപ ഭഗവത് ലീലകളുരച്ചുരച്ചു ഞാൻ പരമപാവനമവിടുത്തെ ധാമം വരിക്കണമെന്നോരെളിയ ചിന്തയാൽ ജലാധിവാസനം വികുണ്ഠനാഥൻ തൻ തിരുമൈ ഹൃത്തിലായി വിളങ്ങിടേണമേ. മുടങ്ങിടാതനവരതമെപ്പോഴും മമ നാവിൽ നാരായണ നാമം സദാ. മനഃശുദ്ധിക്കുമെൻ ദുരിത ശാന്തിക്കും ജപിക്കുവാനായിട്ടനുഗ്രഹിക്കണേ. മമ മരണമങ്ങടുക്കും വേളയിൽ മുരളിയൂതിയ വരവും കാത്തു ഞാൻ മധുരയിൽ പിറന്നുടനമ്പാടിയിൽ വളർന്നു ഗോക്കളെ പരിപാലിച്ചൊരാ യദുനാഥൻ എന്നെ എടുത്തു ഗോലോക പരിപാവനമാം സവിധമാക്കുവാൻ തവ നാമം നാവാൽ സദാ ജപിക്കുവാൻ കഴിയണേ കൃഷ്ണ ഭവക്കടൽ താണ്ടാൻ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞാൻ സപ്താഹമായിട്ട് ഈ ഗ്രന്ഥത്തെ പാരായണം ചെയ്യാറുള്ളത് ഈ ഒരു രീതിയിലാണ്. കീർത്തനം ആദ്യം പാടും, അത്രയേ വ്യത്യാസമുള്ളൂ. കൂട്ടപ്രാർത്ഥനയോട് കൂടിയിട്ട് എങ്ങനെയാണോ യജ്ഞം നടത്തുന്നത് ഇനി യാതൊരു വ്യത്യാസങ്ങളുമില്ല. അതാത് അവതാരങ്ങൾക്ക് നേദ്യം മറ്റു കാര്യങ്ങളെല്ലാം ക്രമമായി തന്നെ ഈശ്വര അർപ്പിതമായി തന്നെ. യജ്ഞത്തിനൊരു വിധിയുണ്ട്. ആ വിധിക്ക് ലവലേശം കോട്ടം തട്ടാത്ത രീതിയിലാണ് ചെയ്തു കൊടുക്കാറ്. അത് എല്ലാവരും സ്വീകരിക്കണമെന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി. 904 803 9304 എൻ്റെ ഫോൺ നമ്പർ. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ നാരായണ.